നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗിടുക്കി പാഠഭാഗത്തെക്കുറിച്ചാണ്. ഗിടുക്കി അർത്ഥം ചനൽ. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ലഘുകഥ. ഈ ലഘുകഥ എഴുതിയത് അഞ്ജു ഖർബന്ദ. ആദ്യം ലേഖികയെക്കുറിച്ച് നോക്കാം. അഞ്ജു ഖർബന്ദ ജനിച്ച വർഷം ഒക്ടോബർ 31, 1971 ഒക്ടോബർ 31 അവർ ജനിച്ചത്. ജനിച്ച സ്ഥലം ഡൽഹിയിലാണ്. അഞ്ജു ഖർബന്ദ കാ ജന്മ ദില്ലി മേ ഹുവ. അവർ ജനിച്ചത് ഡൽഹിയിലാണ്. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അവർ അധ്യാപികയും എഴുത്തുകാരിയും കൂടാതെ റേഡിയോ ആർട്ടിസ്റ്റ് കൂടിയാണ്. ലഘുകഥ, ഷോർട്ട് സ്റ്റോറി, കവിത, സംസ്മരൺ ആദി വിധാओं में वे कार्यरत है. ഷോർട്ട് സ്റ്റോറി, കവിത, ഓർമ്മക്കുറിപ്പ്, സംസ്മരൺ അർത്ഥം ഓർമ്മക്കുറിപ്പ് എന്നീ മേഖലയിൽ അവർ പ്രശസ്തയാണ്. അതായത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉജ്ലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ്, ദില്ലി നയൻ ആദി പ്രകാശിത് കൃതിയാം ഹെ. അവരുടെ പ്രശസ്ത കൃതികളാണ് ഉജ്ലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ്, ദില്ലി നയൻ. സാവിത്രിബായ് ഫുലെ സമ്മാൻ സെ വേ പുരസ്കൃത് ഹെ. സാവിത്രിബായ് ഫുലെ പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പാഠഭാഗത്തിലേക്ക് പോകാം. ഹോഷിയാപൂർ സെ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാപൂരിൽ നിന്നും വിവാഹത്തിൻ്റെ, ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, വിവാഹത്തിൻ്റെ ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ. ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. सर्दी हल्की हल्की दस्तक देने लगी थी. തണുപ്പുകാലം മെല്ലെ മെല്ലെ കടന്നു വരാൻ തുടങ്ങിയിരുന്നു. ഇതുകൊണ്ട് ഈ കാരണത്താൽ ചിന്തിച്ചു, ഈ പ്രാവശ്യം എ സിക്ക് ബജായ് ജനറൽ കോച്ചുമേ യാത്രാക്ക. സിക്ക് പകരം ജനറൽ കോച്ചിൽ യാത്രയുടെ ആനന്ദം ആസ്വദിക്കാമെന്ന് കരുതി. പെഹ്ലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയെ. ആദ്യം ഭാര്യയും കുട്ടികളും, ബീവി എന്ന് പറഞ്ഞാൽ ഭാര്യയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകാൻ ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടു. പർ ഫിർ തോടി നാ നുക്കർക്കെ ബാത് മാൻ ഗയെ. അല്പം എതിർത്തതിന് ശേഷം പിന്നെ അത് സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്നും ഏകദേശം 8 ഘണ്ടെ കാ സഫർ, 8 മണിക്കൂർത്തെ യാത്ര. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേഷാനി നഹി ഹുയി. അതുകൊണ്ട് അധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. ബച്ചോനെ ജഡ് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ട്ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ വിൻഡോ സീറ്റ്, അതായത് ജനലിനരികിലുള്ള സീറ്റ് കരസ്ഥമാക്കി. सारा सामान सेट कर മേം और പത്നി ബാത്തോं में मशहूल हो गए. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും ഭാര്യയും സംസാരത്തിൽ മുഴുകി. മഷ്ഹൂലോന അർത്ഥം മുഴുകുക. ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത്ത് ബടിയ ഹെ. ഈ സമയത്താണ് ഒരു യുവതി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ, ചേച്ചി ജമ്മുവിൻ്റെ ഷാളാണ്, എടുത്തോളൂ, വളരെ നല്ലതാണ്. ബഹുത്ത് ബടിയ ഹെ, വളരെ നല്ലതാണ്. രംഗ് ബിരംഗെ ഷാളോം കി ഭാരി ഖട്ടർ ഉഡായി एक सांवली सलोनी गजरारी आंखों वाली युवती पत्नी को इसरार करने लगी. നിറപ്പകിട്ടാർന്ന പല കളറുകളുള്ള ഷാളുകളുടെ ഭാരി കെട്ടർ, ഒരു വലിയ കെട്ടെടുത്തുകൊണ്ട്, ഏക്ക് സാവലി സലോനി കജരാരി ആങ്കോ വാലി യുവതി, ഇരുണ്ട നിറത്തിലുള്ള കറുത്ത കൺമഷി എഴുതിയ സുന്ദരിയായ യുവതി ഭാര്യനെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇസരാർ കർണ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. ഷാളെടുക്കാനായിട്ട് അവർ ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ ചോദിക്കുകയാണ്, കിതനെ കി ഹേ, എത്രയാണ്? 2800. അപ്പോൾ യുവതി മറുപടി പറയാണ്, 2800 250 രൂപ. ഇത്തി മഹങ്കി. അപ്പം ഭാര്യ ചോദിക്കണം, ഇത്ര വിലയോ? സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂഗി. കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാമെന്നാണ് യുവതി മറുപടി പറയണം. മുझे ദുക്കാൻ ഖോൽനി ഹെ ക്യാ. എനിക്കെന്താ, കട തുറക്കാനാണോ? അപ്പോൾ ഭാര്യ ചോദിച്ചു, എനിക്കെന്താ, കട തുറക്കാനാണോ? ലേലോന ബഹനോർ ഭാബിയും കേളിയ. എടുത്തോളൂന്നേ, സഹോദരിമാർക്കും ചേച്ചിമാർക്കും വേണ്ടി.
मैंने पत्नी को इशारा किया ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. तो उसने आंखें तरेर कर मुझे चुप रहने का संकेत किया. ഞാൻ ഭാര്യനോട് ആംഗ്യം കാണിച്ചപ്പോൾ ഭാര്യ എന്നെ കണ്ണുരുട്ടിയിട്ട് ആംഗ്യ തരേർക്കർ എന്ന് പറഞ്ഞാൽ കണ്ണുരുട്ടിയിട്ട് മിണ്ടാതിരിക്കാനുള്ള സങ്കേത് കിയ സൂചന നൽകി. അച്ഛ 5 പീസ് ലോ തോ കിത്തനേക്ക് ദോങ്കി. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് 5 പീസ് എടുക്കണമെങ്കിൽ എത്ര വെച്ച് തരണം? 200 रुपये पर പീസ് ലേ ലേന ദീദി. അപ്പോൾ യുവതി പറയുകയാണ് 200 രൂപ വെച്ച് പീസിന് 200 രൂപ വെച്ച് തന്നാൽ മതി. 100 रुपये पर പീസ്. അപ്പോൾ ഭാര്യ പറയുകയാണ് അത് പറ്റില്ല, 100 രൂപക്ക് പീസ് 100 രൂപക്ക്. ദീദി 100 तो बहुत कम है. അപ്പോൾ യുവതി പറയാണ് ചേച്ചി 100 രൂപ വളരെ കുറവാണ്. कहते हुए उसका गला रूंध गया और उसकी കചരാരി ആങ്കെ ഭർ ഗയി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ട ഇടറി. ഗല രൂന്ത് ഗയ എന്ന് പറഞ്ഞാൽ തൊണ്ട ഇടറുക. ഉസ്കി കചരാരി ആങ്കെ ഭർ ഗയി. അവളുടെ കൺമഷി എഴുതിയ കണ്ണുകൾ നിറഞ്ഞു. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. അപ്പോൾ ഭാര്യ പറയാണ് എന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നിനക്കും നഷ്ടമില്ല എനിക്കും നഷ്ടമില്ല. അപ്പോൾ ഒരു 150 രൂപ 150 പെർ പീസ് 150 രൂപ. അച്ഛ ദീദി ടീക്കെ. അപ്പോൾ ആ യുവതി പറഞ്ഞു ശരി ചേച്ചി ശരി. ലോ രംഗ് പസന്ത് കർലോ. ഇഷ്ടമുള്ള നിറം എടുത്തോളൂ. കുച്ച് സോചത്തെ ഹോയെ ഉസ്നെ കഹ. കുറച്ച് ചിന്തിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. और ഘട്ടർ പത്നിക്ക് സാമനെ സർക്കാദിയ. അത് പറഞ്ഞുകൊണ്ട് ആ ഷാളിൻ്റെ ഘട്ടർ ഉസ് പത്നിക്ക് സാമനെ ഭാര്യയുടെ നേർക്ക് സർക്കാദിയ നീക്കി വെച്ചു. പത്നീനെ 5 ഷോളേം അലക് കർലി. അപ്പോൾ ഭാര്യ അതിൽ നിന്നും ഒരു 5 ഷോള് നീക്കി വെച്ചു. और मेरी और देख रुपये देने का इशारा किया. എന്നിട്ട് എന്നെ നോക്കിയിട്ട് ഭാര്യ പണം കൊടുക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. मैंने छड़ 50 रुपये निकाल कर दे दिया. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തിട്ട് കൊടുത്തു. उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही. അവൾ പോയതിന് ശേഷം ഭാര്യയുടെ ചിന്ത ഇതിൽ തങ്ങി നിന്നു. वो एक बार में ही 150 में मान गई. गलती की തോടാ തോൽമോൽ ഓർ കർണ ചാഹിയത. ഭാര്യ ചിന്തിച്ചത് എന്താണ്? ഒരു ഒറ്റത്തവണ പറഞ്ഞപ്പോഴേക്കും 150 രൂപ എന്ന് ഒറ്റത്തവണ പറഞ്ഞപ്പോഴേക്കും അവളത് സമ്മതിച്ചു. തെറ്റായിപ്പോയി, കുറച്ചും കൂടെ തോൽമോൽ ഓർ കർണ ചാഹിയത വിലപേശാമായിരുന്നു എന്നാണ് ഭാര്യ ചിന്തിച്ചത്. ഓർ മേരി സൂയി അതീതുമേ ജാ അടുക്കിരി. പക്ഷേ എൻ്റെ ചിന്ത പഴയ കാലത്തിലേക്ക് പോയി. അപ്പോൾ ഭർത്താവ് പഴയ കാലത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത്. बेटी को गोद में बिठा रेलगाड़ी की खिड़की से ചാങ്കത മേം സോച്ച് രഹാദ. ഞാൻ മകളെ മടിയിലിരുത്തിയിട്ട് ട്രെയിനിലെ ജനലിലൂടെ എത്തി നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചത് ഇതാണ്. മേരെ പിതാബി റെയിൽഗാഡി മേം സാമാൻ ബേച്ച് ജബ് ധക്കെ ഹാരെ ഘർ ആത്തെ തോ ഉൻകി ആങ്കോ മേ ബി വഹി നമി തി. എൻ്റെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ച് അവശരായി വീട്ടിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇതുപോലൊരു നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോമേന്തി. ഇന്ന് ഈ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കണ്ണിലും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.